രാം നാരായണ രാം. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലായിടത്തും അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നത് മനസ്സിലാകുന്നില്ല. വ്യക്തിയുടെ മതം അവൻ്റെ മനസ്സിലും ഹൃദയത്തിലും സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ അവൻ അനുസരിക്കണം. ഒരു വ്യക്തി ഭക്ഷണം കഴിച്ച് ഉറങ്ങാനായി കിടക്കുമ്പോൾ അവൻ തൻ്റെ കിടക്കയിൽ ഇരുന്ന് ധ്യാനം ചെയ്യണം. കാരണം ധ്യാനം ഒരു വിധത്തിലുള്ള പൂജയാണ്. നിങ്ങൾ തന്നെ അല്ലാഹുവിൻ്റെ ഭക്തൻ, നിങ്ങൾ തന്നെ ദൈവം. നിങ്ങളെ ഓർമ്മിക്കൂ, നിങ്ങളിൽ തന്നെ ചോദിക്കൂ, നിങ്ങൾ ആരാണ്? എവിടെ നിന്നാണ് വന്നത്? എവിടേക്ക് പോകേണ്ടത്? മരിച്ച ശേഷം എന്താണ് കൊണ്ടുപോകാൻ പോകുന്നത്? ധ്യാനം ചെയ്യൂ. ഇത് നിങ്ങളെ പ്രകാശവാനാക്കും, ജ്ഞാനിയായാക്കും, ശക്തി നൽകും. ഭൂമിയുണ്ട്, കാറ്റുണ്ട്, വെള്ളം ഉണ്ട്, ആകാശം ഉണ്ട്. ഇവ ഇപ്പോഴും ഉണ്ട്, ഭാവിയിൽ പോലും ഉണ്ടാകും. അതിനാൽ അവയ്ക്ക് ഒരു വിലയില്ല. മനുഷ്യൻ നിർമ്മിച്ച എല്ലാ വസ്തുക്കൾക്കും ഒരു വിലയുണ്ട്. എന്നാൽ ഭഗവാന്റെ കൃപയ്ക്ക് വിലയില്ല. കാഴ്ചയ്ക്ക് കാണാൻ കഴിയാത്തത് ഇല്ല എന്നർത്ഥമല്ല. പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് ദരിദ്രർ, വിവേകമുള്ളവരാകണം. എത്ര ദിവസത്തേക്ക് നേതാക്കളും മന്ത്രിമാരും ദരിദ്രരെ വഞ്ചിച്ചുവയ്ക്കും? ഞാൻ അവരെ വിട്ടേക്കില്ല. മോഡിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മോഡിയോടൊപ്പം ഉണ്ട്. ഓരോ മനുഷ്യനും ഞാൻ പറയുന്നത് ഇതാണ്: നിങ്ങൾക്ക് സമയമില്ല. ഭഗവാൻ കൂടുതൽ സമയം നൽകില്ല. ഞാൻ ഒരു പോസ്റ്റ് ഓഫീസിലെ പിയൂൺ, എല്ലാവർക്കും വിവരം നൽകുന്നവൻ. എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കാതെ പോകുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പശ്ചാത്താപിക്കും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങൾ കേൾക്കണോ ഇല്ലയോ എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ യുവതലമുറ രാം നാരായണ രാം എന്ന ഈ ബീജമന്ത്രം ജപിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ആന്തരിക വിവേകം വളർച്ച പ്രാപിക്കുന്നു. ഓരോ മാതാപിതാക്കളുടെയും കടമയാണ് അവരുടെ കുട്ടികൾക്ക് ഈ ബോധം കുഞ്ഞിരിപ്പിൽ തന്നെ നൽകുക. കുട്ടികളെ ചെറുപ്പം മുതൽ രാം നാരായണ രാം എന്ന നാമത്തോട് ബന്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. അങ്ങനെ ചെയ്യുന്നവരെ കൊണ്ട് അവരുടെ വിവേകബുദ്ധി വളരാൻ തുടങ്ങും. ആവശ്യമായ കാര്യം എന്താണെന്നാൽ നാം എല്ലാവരും ആത്മപരിശോധന നടത്തണം. നമ്മുടെ ഹൃദയസ്വരത്തെ കേൾക്കണം, നമ്മുടെ വിവേകത്തെ അനുസരിക്കണം. ജീവിതത്തിൽ എന്തു ചെയ്താലും നിങ്ങളുടെ വിവേകബുദ്ധി നിങ്ങളെ എപ്പോഴും ശരിയായ വഴി കാണിക്കും. അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാക്കുകൾ കേൾക്കണം. ഇന്ന് എല്ലാ മനുഷ്യരും സുഖത്തിനായും സമാധാനത്തിനായും തിരയുകയാണ്. അതിനായി എല്ലായിടത്തും അലഞ്ഞുതിരിയുകയാണ്. എന്നാൽ നമ്മൾ മറക്കുന്നത് എന്തെന്നാൽ ആ സന്തോഷവും സമാധാനവും നമ്മുടെ ഉള്ളിലാണ്. നിങ്ങൾ രാം നാരായണ രാം എന്ന നാമത്തിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെ ആനന്ദവും സമാധാനവും ലഭിക്കുമെന്ന് കാണാം. മനുഷ്യർ സൃഷ്ടിച്ച മതങ്ങൾ ചിലർ അവരുടെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം രൂപീകരിച്ചവയാണ്. ലോകത്ത് 400-ലധികം മതങ്ങൾ ഉണ്ട് എന്നറിയപ്പെടുന്നു. എന്നാൽ അവ എവിടെ നിന്നാണ് വന്നത്? മതത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു. പക്ഷേ യഥാർത്ഥ മതം എന്താണ്? യഥാർത്ഥ മതഗ്രന്ഥം എന്താണ്? ഓരോ മതത്തിനും ഒരു തനത് ഗ്രന്ഥപരമ്പര ഉണ്ട്. ഹിന്ദുക്കൾക്ക് ഭഗവദ് ഗീത, രാമായണം ഉണ്ട്. മുസ്ലിംകൾക്ക് ഖുറാൻ, ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ ഉണ്ട്. എന്നാൽ ഒരു വലിയ സംശയം ബാക്കിയാകുന്നു: ഏത് മതഗ്രന്ഥമാണ് ശരിയെന്ന് എങ്ങനെ നിശ്ചയിക്കണം? ഈ ഭൂമിയിൽ ജനിച്ചത് എല്ലാവരും മനുഷ്യരായാണ്. എന്നാൽ മനുഷ്യൻ തന്നെയാണ് അനവധി മതങ്ങൾ രൂപീകരിച്ച് എല്ലാവരെയും തമ്മിൽ വേർതിരിച്ചു നിർത്തിയത്. ഓരോ വ്യക്തിയും മതത്തിൻ്റെ കെട്ടുപാടുകളിൽ ഒതുങ്ങി തൻ്റെ സ്വാർത്ഥത മാത്രം നോക്കുന്നു. എന്നാൽ മഹാഗുരു ബാലക ബ്രഹ്മചാരി ജി പറയുന്നത് പോലെ ഏറ്റവും വലിയ മതം ആകാശം തന്നെയാണ്. ഇതിൽ നിന്നാണ് ഈ സൃഷ്ടി മുഴുവൻ ഉൽപ്പത്തി ഉണ്ടായത്.
ഏറ്റവും വലിയ മതഗ്രന്ഥം രാം നാരായണ രാം എന്നതുമാണ്. ഈ ഗ്രന്ഥത്തിലെ ഓരോ താളുകളും വിശ്വത്തിൽ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പോലെ ശാശ്വതമാണ്. ഈ ഭൂമിയിൽ ഏകദേശം 800 കോടി ജനങ്ങൾ ഉണ്ട്. അവരുടെ ശരീരം മുഴുവനും രാം നാരായണ രാം എന്ന മതഗ്രന്ഥത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. അതിനകത്ത് പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, കാറ്റ്, തീ, ആകാശം സംയോജിതമായിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നിർബന്ധമായ കാര്യം രാം നാരായണ രാം എന്നതുമായും അതിൻ്റെ തത്വത്തുമായും ബന്ധപ്പെടുകയാണ്. കാരണം രാം നാരായണ രാം മാത്രമേ നിങ്ങളുടെ അകത്തുള്ള വഴിമുട്ടലുകൾക്ക് ശരിയായ ദിശ നൽകാൻ കഴിയൂ. ഒരു വ്യക്തി രാം നാരായണ രാം നാമം ചിന്തിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിന് പുതിയ കാഴ്ചപ്പാട് ലഭിക്കും. ഈ പുതിയ കാഴ്ചപ്പാട് അവന് പുതിയ ഊർജം നൽകും, ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കും.